രാത്രി കറിക്ക് രസവും വറുത്ത മീനും വേണോ അതോ ചമ്മന്തിയും വറുത്ത മീനും വേണോ? രസവും വറുത്ത മീനും തന്നെ അങ്ങ് ഉണ്ടാക്കാം. അതാവുമ്പോൾ അധികം കറി ഇരുന്നാലും പിറ്റേ ദിവസത്തേക്ക് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു രസം നമുക്കങ്ങ് തട്ടിക്കൂട്ടാം. അതിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, ചെറിയുള്ളിയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ടും ഉണ്ടാക്കാനുള്ള മടി കൊണ്ടും സവാള ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്തതാണ്. പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടി വേണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലോട്ട് വെക്കണം. അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്തോട്ട് അങ്ങ് തട്ടണം. നമ്മുടെ തക്കാളി ഇപ്പോൾ ഇടല്ലേ, ബാക്കിയെല്ലാം ഇടണം. കറിവേപ്പിലയുടെ അരി ഞാൻ മറന്നുപോയി കേട്ടോ പറയാൻ. കറിവേപ്പില ഇച്ചിരി തോനെയുള്ളതിൻ്റെ അഹങ്കാരമെന്ന് വിചാരിച്ചോ. ഇച്ചിരി തോനെയും തന്നെ ഞാനങ്ങ് ഇട്ട്. ഇനി ഇതിനെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തൊരു ബ്രൗൺ കളറാക്കി എടുക്കണം. അത് തീ കുറച്ച് വെച്ചും കൂട്ടി വെച്ചും ഒക്കെ ഇളക്കി കൊടുത്ത് അതിനൊരു ബ്രൗൺ കളറായിട്ട് ഇതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർക്കണം. പൊടികൾ വേറെ ഒന്നുമല്ല, നമ്മുടെ മുളക് പൊടി, കുരുമുളക് പൊടി, കായം, ഉലുവ, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും പുളിയും എരിയൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതാണെങ്കിൽ എടുത്ത് ഇടലും. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ പാകത്തിനൊക്കെ ഇടണം. ഈ രസവും മോരുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി അളവ് കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തേക്ക് നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഈ രസമൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കക്കാവെള്ളം കൊണ്ടുണ്ടാക്കുന്ന രസം ഉണ്ടല്ലോ, അത് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളത് കഴിച്ച് നോക്കണം. അപ്പോൾ അറിയാം അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. പറഞ്ഞ് നമ്മൾ ഇവിടുത്തെ രസത്തിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. നമ്മുടെ തക്കാളി പുളിവെള്ളത്തിലും ആ എണ്ണയിലേക്ക് കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടയണം. ഇതിൻ്റെയൊക്കെ പുളി അതിൻ്റെ അകത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ രസത്തിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. രസത്തിൻ്റെ പകുതി പരിപാടിയും തീർന്നു കേട്ടോ. പിന്നെ ഇനി ആ രസം ഒന്ന് തിളച്ച് ഒന്ന് റെഡിയായാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ രസം ഉണ്ടാക്കാൻ. നമ്മളിവിടെ വേണ്ടുന്ന അത്രയും വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രസം റെഡിയാവുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ മീനും കൂടി അങ്ങ് വറുത്തെടുക്കാം. അതിന് ഞാൻ അപ്പുറത്തോട്ട് നമ്മുടെ മീനും അങ്ങ് വറുക്കാൻ വെച്ച്. നമ്മുടെ രസം എന്താ ഇവിടെ ഒരുവിധമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ രസത്തിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതിന് ഇച്ചിരി ഒന്ന് തണുക്കുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതി. നമ്മുടെ രസത്തിൻ്റെ പരിപാടി ഇതാ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ.